ഇന്ന് ഫേസ്ബുക്കിൽ RSSനെ വെല്ലുവിളിക്കുന്ന ഒരു കത്തനാരുടെ വാർത്ത കണ്ടു. അതിൻ്റെ അടിയിൽ വന്ന ഒരു രസകരമായ ഒരു കുറിപ്പ് അത് ഞാൻ വായിക്കാം. ഇന്ന് ഫേസ്ബുക്കിൽ വളരെ പ്രാധാന്യത്തോടെ കറങ്ങി നടക്കുന്ന ഒരു ന്യൂസ് കണ്ടു. RSSനെ വെല്ലുവിളിക്കുന്ന ഒരു കത്തനാർ. ഇദ്ദേഹം ആരാണ് എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ കത്തനാർ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലത്. RSS എന്ന സംഘടന അൽ-ഖ്വയ്ദയോ ബോക്കോ ഹറമോ ISISO പോലെ മതം വളർത്താൻ നടക്കുന്ന ഒരു തെമ്മാടിക്കൂട്ടമല്ല. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം ഭരിക്കുന്ന അത്യധികം മുന്തിയ അധികാരങ്ങൾ കൈയാളുന്ന ഒരു സംഘടനയാണ്. അതായത് RSS ഒന്ന് മനസ്സിരുത്തി ശ്രമിച്ചാൽ ഇന്ത്യയിലെ മതപരിവർത്തനമൊക്കെ 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കാനും വേണ്ടി വന്നാൽ ഒരു മാസ് ഘർവാപ്പസി നടത്താനുമുള്ള ശേഷിയും അധികാരവും ഇച്ഛാശക്തിയും നിലവിൽ അവരുടെ കയ്യിലുണ്ട്. എന്നാൽ ഭരണഘടന അത്യധികം മാനിക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ട് 10 വർഷത്തിലധികം അധികാരത്തിലിരുന്നിട്ടും അവർ അത്തരത്തിൽ ഒരു നീക്കവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് കത്തനാർ ഇത്തരം വെല്ലുവിളികൾ നടത്തുമ്പോൾ അത് ആർക്ക് നേരെയാണ് നടത്തുന്നത് എന്ന് രണ്ടാമത് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഇദ്ദേഹം കേരളത്തിലെ ഓർത്തഡോക്സ് സഭ അധ്യക്ഷനാണെന്ന് വാർത്തയിൽ കാണുന്നു. ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ നടക്കുന്ന തർക്കങ്ങളും കയ്യാങ്കളികളും ഒടുക്കം ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്ന സഹോദരതുല്യരായ യാക്കോബായ സഭയോട് കത്തനാരുടെ സഭ ചെയ്തതെന്താണ് എന്നൊക്കെ കേരളം കൺകുളിർക്കെ കണ്ടതാണ്. ഒരേ വിശ്വാസത്തിലുള്ളവരോട് കേസ് പറഞ്ഞും തല്ലിയും നേടുന്നവർ ഹിന്ദു സംഘടനയായ RSSന് നേരെ വാളെടുക്കുന്നതിൽ അതിശയമില്ല. ചരിത്രാതീത കാലം മുതൽ ഇന്ത്യയൊട്ടുക്കും മതപരിവർത്തനത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്നത് കേരളത്തിൽ നിന്നാണ്. 10 പൈസ നക്കാൻ കിട്ടിയാൽ എന്ത് തൊട്ടിത്തരവും കാണിക്കാൻ മടിക്കാത്ത മലയാളികളുടെ ചെറ്റത്തരത്തിന് അപ്പുറം അതിന് ദൈവവേലയുടെ ഒരു പരിശുദ്ധിയുമില്ല. ഇരിങ്ങാലക്കുടയിലെ എൻ്റെ വീട്ടിൽ എൻ്റെ സുഹൃത്ത് വേളാങ്കണ്ണിയിൽ പോയിട്ട് തന്ന കന്യാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും രൂപം ശ്രീകൃഷ്ണൻ്റെയും സരസ്വതി ദേവിയുടെയും പ്രതിമകൾക്കൊപ്പം ഒരേ പീഠത്തിലാണ് ഇരിക്കുന്നത്. ക്രിസ്മസ് ദിനത്തിൽ കാലടി ശങ്കരാചാര്യ പീഠത്തിൽ യേശുദേവൻ്റെ പൂജ നടന്ന വീഡിയോ നിങ്ങൾ ചിലരെങ്കിലും കണ്ടു കാണും. ഏതെങ്കിലും ക്രിസ്ത്യൻ കുടുംബത്തിലോ അല്ലെങ്കിൽ പള്ളികളിലോ മുസ്ലിം വീടുകളിലോ ശ്രീരാമൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ ചിത്രം കാണുമോ? അതാണ് സനാതന ധർമ്മത്തിൻ്റെ മേന്മ. അതിനൊപ്പം നിൽക്കാനുള്ള വിശാല മനസ്കതയൊന്നും വൈദേശിക മതങ്ങൾക്കില്ല. മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ടതിൻ്റെ മുറിവുകളിൽ നിന്ന് രക്തം ഒലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി നിലനിൽക്കേണ്ടതില്ല, മതേതര രാഷ്ട്രമായി നിലനിൽക്കട്ടെ എന്ന ഭീമമായ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഈ രാജ്യം തീരുമാനമെടുത്തത്. ഇവിടെ എല്ലാ മതക്കാർക്കും ഒരേ നിലയും വിലയും ഉണ്ടാകണം എന്ന ഭരണഘടനാ ശില്പികൾ ആഗ്രഹിച്ചത്. അതിൻ്റെ ഭാഗമായാണ് മതപ്രചരണത്തിനുള്ള അവകാശം കൂടി ഹിന്ദുമതം ഒഴികെയുള്ള എല്ലാ മതങ്ങൾക്കും അനുവദിച്ചത്. എന്നാൽ സെമറ്റിക് മതങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക. വിദേശത്ത് നിന്ന് പണം കൈപ്പറ്റി ഇന്ത്യയിലെ അവശ്യ വിഭാഗങ്ങളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റി ഡെമോഗ്രാഫിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അതുവഴി ജനാധിപത്യത്തെ ഹൈജാക്കി ചെയ്യുന്നു. എൻ്റെ പുരയിടത്തിലെ മാവിൽ നിന്ന് വീഴുന്ന പഴുത്ത മാങ്ങ അനുവാദമില്ലാതെ ആർക്കും എടുക്കാം എന്ന് പറയുന്നത് പുരയിടത്തിൻ്റെ ഉടമസ്ഥൻ്റെ ഔദാര്യം മാത്രമാണ്. എന്നാൽ അത് കേട്ടയുടൻ ഏണിയുമായി എത്തി മാവിൽ കയറി കണ്ണിമാങ്ങകൾ വരെ പറിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് തെമ്മാടിത്തരമാണ്. അത് ഭരണഘടനാ അവകാശമല്ല. ഉദാഹരണം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ ജനസംഖ്യാനുപാതം മതപരമായി അട്ടിമറിക്കപ്പെട്ടാൽ അതോടെ തീരും ഇവിടുത്തെ സർവ്വ സ്വാതന്ത്ര്യവും. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഭയപ്പെട്ട് അതൊക്കെ വേണ്ടാന്ന് വയ്ക്കുന്നു. എന്നാൽ RSS ഭരിക്കുന്ന ഇന്ത്യയിൽ ക്രിസ്തുമസ് ആർഭാടപൂർവ്വം ആഘോഷിക്കുന്നു. ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു പോയാൽ അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്നറിയാൻ അയൽ രാജ്യമായ ബംഗ്ലാദേശിലേക്കോ പാകിസ്ഥാനിലേക്കോ നോക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് ഇനിയുള്ള കാലം മതപരിവർത്തന ശ്രമങ്ങളുമായി വടക്കേ ഇന്ത്യയിലേക്ക് ചെന്നാൽ സംഘപരിവാറിൻ്റെ ഏതെങ്കിലും സംഘടനകളിൽ നിന്ന് നല്ല അസൽ അടി കിട്ടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാലവും കാലാവസ്ഥയും കഥയും മാറി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം വിദേശത്തുള്ള പണം പറ്റി വടക്കേ ഇന്ത്യയിലേക്ക് മതപരിവർത്തന ശ്രമങ്ങളുമായി പോകാൻ എന്നാണ് സാരം.